ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്, കേരള വിമൻസ് കമ്മീഷൻ ആക്ട് 1991. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ കുറച്ച് PYQs. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 ആണോ? നോക്കാം. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. ബാലാമണി അമ്മ കേട്ടിട്ടുള്ള ആള് തന്നെയാണ്, പക്ഷെ ബാലാമണി അമ്മയാണോ അധ്യക്ഷ? 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് P സതീദേവിയാണ്. ധാരാളം വാർത്തകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് സതീദേവി. മുകളിൽ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവനയാണ്. 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. വീണ്ടും 2023 ചോദിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1996 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഗതകുമാരി. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. ജസ്റ്റിസ് D സതീദേവി. അത് P സതീദേവി, ഇത് D സതീദേവി. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയായ പ്രസ്താവനയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ വളരെയധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. KR ഗൗരിയമ്മ, സുഗതകുമാരി, ജോസഫൈൻ, ജയന്തി പട്നായിക്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഈ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഈ ആസ്ഥാനം, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ 3-ാമത്തെ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സും വന്നിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ല എങ്കിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് നമ്മുടെ ഈ വനിതാ കമ്മീഷൻ. നമ്മുടെ ഈ ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ ഒട്ടുമിക്ക ആക്ടുകളിൽ നിന്നും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആക്ടുകളിൽ നിന്നും ക്വസ്റ്റ്യൻ 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടു പ്രിവെന്റ് ഓൾ ഫോംസ് ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൺ, ദ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ വിജിലന്റ് കമ്മിറ്റി ഇൻ 1997 അണ്ടർ കേരള വുമൻസ് കമ്മീഷൻ സൂപ്പർവിഷൻ. ദ കമ്മിറ്റി is known as കംപ്ലയിൻസ് കമ്മിറ്റി ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ, അയൽക്കൂട്ടം, ജാഗ്രത, കുടുംബശ്രീ. അയൽക്കൂട്ടം കുടുംബശ്രീ ഒന്നും ആയിരിക്കത്തില്ല എന്ന് അറിയായിരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ അകത്ത് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കേരള വനിതാ കമ്മീഷൻ നിയമം 1991. കേരള വനിതാ കമ്മീഷൻ നിയമം 1991. അപ്പം നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നിങ്ങളും അത് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം 1991. അപ്പൊ ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെ? നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള, സ്ത്രീകൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ, അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഹനിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ, അത് ഹനിക്കാൻ ഒരു വ്യക്തിയെയും ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയും സമ്മതിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വനിതാ കമ്മീഷൻ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് എയിംസ് ടു പ്രൊവൈഡ്സ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വുമൻസ് കമ്മീഷൻ. അപ്പോൾ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കുക, ആൻഡ് ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള and to inquire into unfair practices affecting women and for matters connected therewith or incidental thereto. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത് ഒരു വനിതാ കമ്മീഷൻ രൂപീകരിക്കുക, അതുവഴി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, സ്ത്രീകൾക്കെതിരെയുള്ള അൺഫെയർ പ്രാക്ടീസസ് തടയുക. ഇനി നമ്മുടെ കേരള വനിതാ കമ്മീഷന്റെ ചരിത്രം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന നിയമം പാസ്സാവുന്നത് സംസ്ഥാന നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കി ഗവർണർ ഒപ്പിടുന്ന സമയത്ത് സംസ്ഥാന നിയമം പാസ്സാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു നിയമവും കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. കാരണം ഇത് പ്രസിഡന്റിന് അയക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിഡന്റിന് അനുമതി ലഭിച്ചത്. ഇപ്പൊ അടുത്തിടെയൊക്കെ ഇങ്ങനെയുള്ള നിയമങ്ങൾ, ഇപ്പൊ ഈ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ആക്ടിന്റെ ബേസിസിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്
ഇപ്പൊ ഗവർണർ CM-ഉം തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പല ആക്ടുകളും സംസ്ഥാന ബില്ലുകളും, ആക്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ബില്ലുകളും പ്രസിഡന്റിന് ശുപാർശ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ബില്ലുകളുടെ അകത്തും എന്താന്നുള്ള, അല്ലെങ്കിൽ ഏത് ബില്ലാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇത് പഴയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കേരള വനിതാ കമ്മീഷൻ ബില്ല് നമ്മുടെ 1990 പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ ആ ഒരു ബേസിസിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു രൂപത്തിൽ തന്നെ, ഏകദേശം ആ ഒരു രൂപത്തിലൊക്കെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് കൊണ്ടുവന്നു. അപ്പൊ ഡ്രാഫ്റ്റ് അന്നത്തെ സാമൂഹിക ക്ഷേമ മന്ത്രിയായ KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയെ പറ്റി നമ്മുടെ മലയാളികളോടൊന്നും പറയേണ്ട കാര്യമില്ല. ധാരാളം പ്രാവശ്യം പല പോർട്ട്ഫോളിയോയിലും മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ ആദ്യത്തെ റവന്യൂ മന്ത്രിയാണ്. നമ്മുടെ ഫസ്റ്റ് റവന്യൂ 1957 റവന്യൂ മന്ത്രിയായ വ്യക്തിയാണ്. ആദ്യത്തെ റവന്യൂ മന്ത്രിയാണ് നമ്മുടെ KR ഗൗരിയമ്മ. പല മന്ത്രിസ്ഥാനം, നമ്മുടെ കൃഷി മന്ത്രി ആയിരുന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സാമൂഹിക നീതി വകുപ്പ് ഹെഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഹെഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ KR ഗൗരിയമ്മ. And with the legal advice of Justice VR Krishnaiyer and Justice Subramanian Poti, and taking into account the suggestions of various women organizations. അതേപോലെ തന്നെ ജസ്റ്റിസ് VR Krishnaiyer ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിസ് VR Krishnaiyeറും അതേപോലെ തന്നെ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ അവരുടെ ലീഗൽ അഡ്വൈസിനും അതേപോലെ തന്നെ മറ്റ് പല വനിതാ ഓർഗനൈസേഷൻസിൻ്റെയും ശുപാർശകളും നിർദ്ദേശങ്ങളും എല്ലാം കൂടെ കണക്കിലെടുത്ത് കൊണ്ടുവന്ന ഒരു നിയമമാണ് നമ്മുടെ വനിതാ കമ്മീഷൻ നിയമം 1991. അപ്പൊ 90 തന്നെ ഇതിന്റെ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷേ ബില്ല് പ്രസിഡന്റിന് അയക്കുകയാണ് ചെയ്യുന്നത്. ഓൾദോ ദ ബിൽ വാസ് സെന്റ് ഫോർ ദ അസെന്റ് ഓഫ് ദ പ്രസിഡന്റ്. അതേ വർഷം തന്നെ 1990 തന്നെ രാഷ്ട്രപതിക്ക് ഈ ഒരു ബില്ല് റെഫർ ചെയ്തു. പക്ഷേ കുറേ വർഷം 1995 ഒരു 5 വർഷത്തോളം എടുത്തു. സെപ്റ്റംബർ 15 ഈ അന്ന് പ്രസിഡന്റ് അസെന്റ് നൽകുന്നത്. ശങ്കർ ദയാൽ ശർമ്മയാണ് ഇതിന് അസെന്റ് നൽകിയത്. ദ കേരള വുമൻസ് കമ്മീഷൻ ആക്ട് വാസ് പാസ്ഡ് with the assent of President 5 years later on 15th September 1995. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 1995 സെപ്റ്റംബർ 15 രാഷ്ട്രപതി അംഗീകാരം നൽകുന്നത്. അപ്പോൾ അത് നൽകിയ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. ശങ്കർ ദയാൽ ശർമ്മ 1990 തന്നെ ഈ ഒരു ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഫോമും കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തുവെങ്കിലും പല കാരണത്താൽ ഈ ഒരു നിയമം പ്രസിഡന്റിന് അയച്ചു. അപ്പൊ പ്രസിഡന്റ് പക്ഷെ 5 വർഷത്തിന് ശേഷമാണ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അസെന്റ് ലഭിച്ചത്. Came into effect on 1st December. അതേ വർഷം തന്നെ 1900, അതായത് പ്രസിഡന്റ് അസെന്റ് നൽകിയ അതേ വർഷം തന്നെ 1995 ഡിസംബർ 1 വനിതാ കമ്മീഷൻ നിയമം കേരളത്തിൽ നിലവിൽ വരുന്നു. വനിതാ കമ്മീഷൻ നിയമം കേരളത്തിൽ നിലവിൽ വന്നു. ഇപ്പൊ പ്രസിഡന്റ് അസെന്റ് നൽകിയത് 1995 സെപ്റ്റംബർ 15, നിലവിൽ വന്നത് 1995 ഡിസംബർ 1. 2 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 2002 2007 അപ്പൊ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയതെന്നൊക്കെ നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ പറഞ്ഞു പോവാം. ഒത്തിരിയേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ കോറം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കുറച്ച് കോമ്പോസിഷനിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ കോറത്തിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നൊക്കെ. ഇപ്പൊ 1995 ആക്ട് നമ്പർ 17 100ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന് ശേഷം വന്ന, അതായത് GSTക്ക് ശേഷം വന്ന എല്ലാ ഭേദഗതികളുടെയും ബില്ലിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക 100ാം ഭരണഘടനാ ഭേദഗതി മുതൽ ഇന്ന് വരെ നടന്ന ഭേദഗതികളുടെ ബില്ലിന്റെ നമ്പറും ചോദിച്ചിട്ടുണ്ട്. പഴയ ആക്ടുകളുടെ നമ്പർ അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇല്ല. ഇനി എങ്ങാനും ചോദിച്ചാലോ? ഓക്കെ, മൊത്തം 78 സെക്ഷൻസ് ആണുള്ളത്. 28 സെക്ഷൻസ് ആണുള്ളത്. കേരള വിമൻസ് കമ്മീഷൻ 1996. ഈ 1996 ഉള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് AK ആന്റണിയാണ്. അപ്പൊ പലരും ഈ 1996 AK ആന്റണിയും ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനും ആ കാര്യം പറയാം.
കേരളത്തില് ചാരായ നിരോധനം നടന്ന വർഷം 1996 ചാരായ നിരോധനം. 1996 ഏപ്രിൽ 1 തീയതിയാണ് ചാരായ നിരോധനം ആന്റണി സർക്കാർ AK ആന്റണി കൊണ്ടുവന്നത്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടം, ഈ 1996 ആന്റണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കാര്യം. അതേ വർഷം തന്നെയാണ് നമ്മുടെ വനിതാ കമ്മീഷനും ആദ്യമായി ഫോം ചെയ്യുന്നത്. 1996 AK ആന്റണി. അപ്പൊ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് കമ്മീഷൻ കെയിം. ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, 1996 മാർച്ച് 14 മാർച്ച് 14. അപ്പൊ അന്നത്തെ നമുക്കറിയാം സുഗതകുമാരി എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്, എൻവയോൺമെന്റലിസ്റ്റ് ആണ്, ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു ധാരാളം. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പല എൻവയോൺമെന്റൽ മൂവ്മെന്റ്സിന്റെയും ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെയും ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ സുഗതകുമാരി. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സേവ് സൈലന്റ് വാലി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ഒക്കെ ഹെഡ് ചെയ്തത് നമ്മുടെ സൈലന്റ് വാലി വനം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ, സൈലന്റ് വാലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ക്യാമ്പയിൻ ആയിരുന്നു സേവ് സൈലന്റ് വാലി. അപ്പൊ അതിന്റെ നേതൃത്വം നൽകിയതൊക്കെ സുഗതകുമാരിയാണ്. അതേപോലെ തന്നെ ധാരാളം റൈറ്റിങ്സ്, അമ്പലമണി, രാത്രിമഴ പോലെയുള്ള ധാരാളം റൈറ്റിങ്സ്, ഈ റൈറ്റിങ്സും അവരുടെ നോട്ടബിൾ വർക്ക്സുകളെല്ലാം ചോദിച്ചിട്ടുണ്ട്. സുഗതകുമാരി മരിച്ചത് 2020 2020 ഡിസംബർ 23 മരണപ്പെട്ടത്. 2023 24 ഉള്ള 2024 25 പല പരീക്ഷകൾക്കും ഈ പറയുന്ന മരണ ഡേറ്റും അതേപോലെ ആളെ പറ്റിയും ധാരാളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോവിഡ് കാരണമാണ് മരണപ്പെട്ടത്. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു മരണപ്പെട്ടത്. ഫുൾ സ്റ്റേറ്റ് ഓണേഴ്സോടെയാണ് ഒക്കെ ഈ പറയുന്ന ചടങ്ങുകളൊക്കെ നടന്നത്. നമ്മുടെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ സുഗതകുമാരി ടീച്ചറിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. അന്നത്തെ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെയൊക്കെ ഏറ്റവും കൂടുതൽ, സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ, മലയാളികൾക്കൊക്കെ ഏറ്റവും സുപരിചിതമായിട്ടുള്ള വ്യക്തിയെ തന്നെയായിരുന്നു വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായി അന്ന് തിരഞ്ഞെടുത്തത്. ഓർത്തു വെച്ചേക്കോ. അപ്പാർട്ട് ഫ്രം ദ ചെയർപേഴ്സൺ, ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് 3 പേര്. ചെയർപേഴ്സണ് പുറമെ അന്ന് 3 പേരുണ്ടായിരുന്നു. ഇപ്പൊ നിലവിലുള്ള കോമ്പോസിഷൻ അല്ല പറയുന്ന, അന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് ആദ്യത്തെ ആ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മീഷനിൽ, കമ്മിറ്റി വേണ്ട കമ്മീഷൻ മതി, കമ്മീഷനിൽ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. കംപ്രൈസിങ് എമിനന്റ് പേഴ്സൺസ് ഫ്രം സോഷ്യൽ സ്പിയേഴ്സ് ആൻഡ് 2 ഒഫീഷ്യൽ മെമ്പേഴ്സ്, 2 ഒഫീഷ്യൽ മെമ്പേഴ്സും. ഇപ്പോൾ നിലവിലുള്ള കോമ്പോസിഷൻ അല്ലെങ്കിൽ ആക്ടിന്റെ ബേസിസിലുള്ള കോമ്പോസിഷൻ, എത്ര ചെയർപേഴ്സണിനോടൊപ്പം തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയാണ് എക്സാമിന് വരാറുള്ളത്. ഇപ്പോൾ അതിനുശേഷം 1997 നമ്മുടെ ഈ ഒരു നിയമപ്രകാരം, അതായത് കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരം വീണ്ടും ഈ ഒരു കമ്മീഷനെ പുനഃസൃഷ്ടിച്ചു, വീണ്ടും ഒന്ന് റീഓർഗനൈസ് ചെയ്തു. അപ്പൊ അന്നത്തെ 1997 നമ്മുടെ സാമൂഹിക ക്ഷേമ മന്ത്രിയായ സുശീല ഗോപാലൻ എന്ന് പറയുന്നത് നമ്മുടെ AK ഗോപാലൻ, AKജിയുടെ ഭാര്യയാണ് സുശീല ഗോപാലൻ. അപ്പോൾ 1996 മെയ്യുടെ ഇലക്ഷനിൽ ഈ പറയുന്ന UDF ഒക്കെ തോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നീട് അടുത്ത വന്ന മന്ത്രിസഭയിൽ നമ്മുടെ സുശീല ഗോപാലനാണ് സാമൂഹ്യക്ഷേമ മന്ത്രിയായി വരുന്നത്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ വീണ്ടും 1997 വനിതാ കമ്മീഷനെ വീണ്ടും ഒന്ന് റീഓർഗനൈസ് ചെയ്തു. അങ്ങനെ റീഓർഗനൈസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത കേരള വുമൻസ് കമ്മീഷൻ, അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ റീഓർഗനൈസ് ചെയ്യാതെ അല്ല ചെയ്തത്, ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ റീഓർഗനൈസ് ചെയ്തു. 1997 ദ വർക്ക് ഓഫ് ദ കമ്മീഷൻ വിച്ച് വാസ് റീഓർഗനൈസ്ഡ് അണ്ടർ ദിസ് ആക്ട്. കണ്ടോ, ഈ റീഓർഗനൈസ്ഡ് അണ്ടർ ദിസ് ആക്ട് ആണ്. ഈ ആക്ടിൽ പറയുന്ന രീതിയിൽ ഈ ഒരു കമ്മീഷനെ പുനഃസൃഷ്ടിച്ചെടുത്തു. വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ സുശീല ഗോപാലൻ. AKജിയുടെ ഭാര്യയാണ്. AKജിയെ പറ്റി നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ, നമ്മുടെ CPIMന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലുള്ള ഒരാളാണ്. വളരെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് നമ്മുടെ AKജി എന്ന് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരം AKജി സെന്ററൊക്കെ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള മെയിൻ ഫങ്ഷൻസ് ഓഫ് കേരള വുമൻസ് കമ്മീഷൻ. അപ്പൊ നിയമം വഴി സ്ഥാപിതമായ ഒരു കമ്മീഷനാണ് എന്ന് നമുക്കറിയാം അല്ലെ. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ ബേസിസിൽ ഫോം ചെയ്ത ഒരു കമ്മീഷനാണ്. ദാറ്റ് മീൻസ്
ഇത് ഭരണഘടനയിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ അല്ല. ദാറ്റ് മീൻസ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്, നിയമം വഴി സ്ഥാപിതമായ കമ്മീഷനാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇറ്റ് പെർഫോംസ് ഓൺ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു വുമൻസ് പ്രോബ്ലം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇനി ദ കമ്മീഷൻ ഇൻക്വയർ ഇൻ ടു the complaints of any unfair practice and take on decisions. Then the commission will recommend to the government and what action to be taken in this matter. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും അന്വേഷണം നടത്തി, അതിനെപ്പറ്റി പഠിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്, അതിപ്പോൾ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് ആയിക്കോട്ടെ, അല്ലാണ്ട് നിലവിലുള്ള നിയമങ്ങളെ എൻഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് സർക്കാരിന് നിർദ്ദേശം നൽകാറുണ്ട്. ഇപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷന്റെ ഫംഗ്ഷൻസും ആക്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരുന്ന സ്ലൈഡ്സിലുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റിംഗ് ടു ദ ഇഷ്യൂസ് കൺസേണിംഗ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഹെഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് കേട്ടോ. നമ്മുടെ വനിതാ കമ്മീഷൻ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ഡയറക്ടറിനാണ് അന്വേഷണത്തിനുള്ള ചുമതല. വനിതാ കമ്മീഷനിൽ പലതരത്തിലുള്ള കേസുകൾ വരും അല്ലെ, ആ കേസുകളുടെയൊക്കെ സത്യാവസ്ഥ അന്വേഷിക്കണ്ടേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ് ഡയറക്ടർ. നോർമലി ഈ പറയുന്ന പോലീസ് സർവീസിലുള്ള ആൾക്കാരായിരിക്കും, IPS കാരൊക്കെ ആയിരിക്കും. നിലവിലും ഈ ഒരു IPS കാരനാണ്. നമുക്ക് അതിന്റെ കോമ്പോസിഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും. കമ്മീഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ടു ഇംപ്രൂവ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ. സ്ത്രീകളുടെ സാമൂഹിക സ്റ്റാറ്റസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ കമ്മീഷന്റെ ജോലികളിൽ അല്ലെങ്കിൽ കർത്തവ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന തുല്യ പദവി അല്ലെങ്കിൽ തുല്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സെക്ടറിൻ്റെ അകത്ത് ഒരു റിക്രൂട്ട്മെന്റോ അല്ലെങ്കിൽ റിസർവേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ ശബ്ദമുയർത്തുക. നമുക്കതൊന്ന് നോക്കാവേ. The commission ensures to guarantee equal opportunity to women in state public service and state public undertakings. അപ്പൊ നമുക്കിപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല. ഇത് കുറേ നാളിന് മുന്നേ ഉള്ളത്. നമുക്ക് ഈ പറയുന്ന നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ PSCയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ബോഡീസിലൊന്നും വരുന്നില്ല. പക്ഷെ ആ ഒരു കാര്യം, അങ്ങനെ ഒരു സംഭവം വരരുത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. തുല്യ ജോലിക്ക് തുല്യ വേതനമായിരുന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലും. അപ്പൊ അതെല്ലാം പിന്നീട് മാറ്റം വരുത്തിയ കാര്യങ്ങളാണ്. To women in the state public service and state public undertakings in matters of promotions and recruitment, and if necessary the commission report on or recommended it to the government action. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഏജൻസീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് പബ്ലിക് സർവീസിലൊക്കെ സ്ത്രീകൾക്ക് തുല്യ രീതിയിലുള്ള റിസർവേഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ വരുന്നില്ല എങ്കിൽ അതിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാനും നമ്മുടെ വനിതാ കമ്മീഷന് അധികാരമുണ്ട്. അല്ലെങ്കിൽ അവരുടെ കർത്തവ്യങ്ങളിൽ ഒന്നാണ്. ഇനി നിലവിലുള്ള നമ്മുടെ വനിതാ കമ്മീഷന്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ഉള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സ്ലൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നിലവിലുള്ള കമ്മീഷനും അതിന്റെ മെമ്പേഴ്സും അതേപോലെ തന്നെ ആദ്യത്തെ കമ്മീഷനും അതിന്റെ മെമ്പേഴ്സും ഇതിനെ പറ്റിയാണ്. ഇടയിലുള്ള കമ്മീഷനിലെ ചെയർപേഴ്സണും മെമ്പേഴ്സും പൊതുവെ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ചോദിക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് ടെനർ അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയർപേഴ്സൺ ആയത് അങ്ങനെ ചോദിക്കുള്ളൂ. മെമ്പേഴ്സിനെ പറ്റി ഇടയിലുള്ള കമ്മീഷൻസിലുള്ള മെമ്പേഴ്സിനെ പറ്റി പൊതുവെ ക്വസ്റ്റ്യൻ വരാറില്ല. നിലവിലുള്ളതും ആദ്യത്തതും. അപ്പൊ നമ്മുടെ ഇവിടെ നിലവിലുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് പി സതീദേവി, ധാരാളം വാർത്തകളിൽ നമ്മൾ കേൾക്കുന്നത് കാരണം അതറിയായിരിക്കും. പിന്നെ മെമ്പേഴ്സ് അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അടുത്തത് അഡ്വക്കേറ്റ് ഇവിടെയാണ്, അഡ്വക്കേറ്റ് അപ്പുറത്ത് വന്നതാണ് അഡ്വക്കേറ്റ്
കുൻഹൈഷ പി, അതേപോലെ തന്നെ VR മഹിളാമണി, അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, ശ്രീ ഹരികുമാർ കെ, അദ്ദേഹം മെമ്പർ സെക്രട്ടറിയാണ്, ഓർത്തു വെച്ചേക്കുക. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ, പൊതുവെ കമ്മീഷൻസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഈ ഇപ്പൊ നമ്മുടെ ഈ നിലവിലുള്ള കമ്മീഷനിലെ ആൾക്കാരെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അതിൽ മെമ്പർ സെക്രട്ടറി ഉറപ്പായിട്ടും മിക്കവാറും കാണാറുണ്ട്. ഇന്ന ആളാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പൊതുവെ കാണാറുണ്ട്. അതേപോലെ തന്നെ ഷാജി സുഗുണൻ, അദ്ദേഹം IPS കാരനാണ്, അദ്ദേഹം ഡയറക്ടറാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വനിതാ കമ്മീഷനിൽ വരുന്ന കേസുകളെ പറ്റിയുള്ള അന്വേഷണം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഡയറക്ടറാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് IPS കാരനാണ്, അദ്ദേഹം ഷാജി സുഗുണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹെഡ് ക്വാർട്ടേഴ്സ് പട്ടം തിരുവനന്തപുരമാണ്. പട്ടം തിരുവനന്തപുരത്താണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. സതീദേവി, ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കുൻഹൈഷ, VR മഹിളാമണി, എലിസബത്ത് മാമൻ മത്തായി, ഹരികുമാർ കെ മെമ്പർ സെക്രട്ടറിയാണ്. ഷാജി സുഗുണൻ, അദ്ദേഹം ഡയറക്ടറാണ്. മാറിപ്പോവരുതേ, ഡയറക്ടറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മെമ്പർ സെക്രട്ടറി ഉണ്ട്, ഡയറക്ടറും ഉണ്ട്. മെമ്പർ സെക്രട്ടറി ഹരികുമാർ കെ, ഷാജി സുഗുണൻ ഡയറക്ടറാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ തിരുവനന്തപുരം പട്ടത്താണ്. ഇനി നമ്മുടെ ചെയർപേഴ്സൺസിനെ പറ്റിയുള്ള കാര്യം. ഇപ്പൊ നിലവിൽ 7ാമത്തെ ചെയർപേഴ്സൺ ആണ് ഉള്ളത്. ആദ്യത്തെ ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ സുഗതകുമാരി ടീച്ചർ. 1996 നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് 1996 മുതൽ 2001 വരെയുള്ള 5 വർഷക്കാലം ചെയർപേഴ്സൺ ആയിരുന്നത് സുഗതകുമാരിയാണ്. രണ്ടാമത് ജസ്റ്റിസ് D ശ്രീദേവി. ഈ ജസ്റ്റിസ് D ശ്രീദേവിയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയ സമയത്ത് ഈ ഒരു ലേഡിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് D ശ്രീദേവി. ഈ ജസ്റ്റിസ് D ശ്രീദേവിയെ പറ്റി ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഒന്നിലേറെ പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അധ്യക്ഷയായ വനിതയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ്, ജസ്റ്റിസ് D ശ്രീദേവിയാണ് 2 പ്രാവശ്യം 2001 തൊട്ട് 2002 വരെയും, അതേപോലെ തന്നെ 2007 മുതൽ 2012 വരെയും, 2007 മുതൽ 2012 വരെയും. മൂന്നാമത് M കമലമാണ് 2007 മുതൽ 2002 മുതലാണ് 2002 മുതൽ 2007 വരെ. അതിനുശേഷം വീണ്ടും D ശ്രീദേവി തന്നെയാണ് അധ്യക്ഷയായി വരുന്നത്. നിലവിലോ P സതീദേവിയാണ് 7ാമത്തെ ചെയർപേഴ്സൺ ആണ്, 7ാമത്തെ അധ്യക്ഷയാണ്. 7 P സതീദേവി. ഇപ്പൊ 5 വർഷമാണ് ഇവരുടെ ഒരു ടെനർ വരുന്നത്. ഇപ്പൊ ഇനി അടുത്ത വനിതാ കമ്മീഷന്റെ അവരുടെ പബ്ലിക്കേഷൻസ്, അവരുടെ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 2 പ്രസിദ്ധീകരണമാണ്. ഒന്നെന്ന് പറയുന്ന വുമൺ സെക്യൂരിറ്റി ലോ, അതേപോലെ രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ത്രീ ശക്തി ന്യൂസ് ബുള്ളറ്റിൻ. ഇതില് സ്ത്രീ ശക്തിയാണ് കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. സ്ത്രീ ശക്തി നമ്മുടെ പല ബുക്സിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിലും ഈ സ്ത്രീ ശക്തി മാത്രമായിരിക്കും പലതിലും കാണുന്നത്. ഈ വുമൺ സെക്യൂരിറ്റി ലോസ് അങ്ങനെ എല്ലാത്തിലും കാണത്തില്ല. അപ്പൊ ഇത് രണ്ടുമാണ് ഇവരുടെ പബ്ലിക്കേഷൻസ്, വുമൺ സെക്യൂരിറ്റി ലോസും സ്ത്രീ ശക്തിയും. അതിൽ സ്ത്രീ ശക്തിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ആക്ടിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സെക്ഷൻ 1. ഇപ്പൊ സെക്ഷൻ 1 നമുക്കറിയാം, ഏതൊരു ആക്ടിന്റെയും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ പേര്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ പേരെന്ന് പറയുന്നത് കേരള വനിതാ കമ്മീഷൻ നിയമം 1991, കേരള വുമൻസ് കമ്മീഷൻ ആക്ട് 1991. അപ്പൊ ഇനി അടുത്ത അതിന്റെ എക്സ്റ്റെൻഡ്. ഇതിന്റെ എക്സ്റ്റെൻഡ് ഏതാ? ഇന്ത്യ മുഴുവനും ആണോ? അല്ല, നമ്മുടെ സംസ്ഥാന നിയമമല്ലേ. അപ്പൊ നമ്മുടെ സംസ്ഥാനം മുഴുവൻ, നമ്മുടെ കേരള സംസ്ഥാനം മുഴുവനുമാണ് നമ്മുടെ ഈ ഒരു വനിതാ കമ്മീഷൻ, കേരള വനിതാ കമ്മീഷൻ നിയമത്തിന്റെ എക്സ്റ്റെൻഡ്. അതേപോലെ തന്നെ ഇതിന്റെ കമൻസ്മെന്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് വഴി ഈ ഒരു നിയമത്തിൽ എന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരണമോ ആ ഒരു ദിവസം മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ആക്ടിലും തുടക്കത്തിൽ പറയുന്നതാണ്. ഇതിലൊന്നും അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും കാണത്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഡെഫിനേഷൻസ് ആണ് സെക്ഷൻ 2 എന്ന് പറയുന്നത്. ഡെഫിനേഷൻസ് ആണ്. അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. മെമ്പർ. അപ്പോൾ എന്തിനാ ഈ ഒരു കാര്യം? മെമ്പറൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചെയർപേഴ്സൺ, മെമ്പർ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമല്ലേ, പിന്നെ എന്തിനാ ആ ഒരു ഡെഫിനേഷൻ? ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ മെമ്പർ എന്ന് പറയുന്നതിൽ ചെയർപേഴ്സണും ഉൾപ്പെടും. ആ ഒരു കാര്യം, ഈ ഒരു കാര്യം ഓർത്തോളണേ. ഇപ്പൊ ചില ആക്ടിലാണെങ്കിലും, ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ചില ആക്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മെമ്പർ എന്ന് പറയുമ്പോൾ മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടും. അങ്ങനെ പറയുന്ന ആക്ടുകളുണ്ട് ചില ആക്ട്.
ഇപ്പൊ ഇതവിടെ ഇവിടെ നമ്മുടെ വനിതാ കമ്മീഷൻ നിയമത്തിൽ, നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അകത്താണെങ്കിൽ മെമ്പർ എന്ന് പറയുന്നതിൽ ചെയർപേഴ്സണും ഉൾപ്പെടും. മെമ്പർ എന്ന് പറയുന്നതിൽ ചെയർപേഴ്സണും ഉൾപ്പെടും. അപ്പൊ എത്ര മെമ്പേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ഇതിന്റെ ബേസിസിൽ, ഈ ഒരു ഡെഫിനേഷന്റെ ബേസിസിലാണ് എണ്ണം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും വരുന്നത്. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ ആണ് പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ അകത്ത് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ചില ക്ലോസും ചില സബ്സെക്ഷൻ ഒക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഈ പേഴ്സണിന്റെ മീനിങ് ഇട്ടേക്കുന്നത്. സർക്കാരിന്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് എ ഫേം, കമ്പനി, കോർപ്പറേഷൻ ഓർ എനി പബ്ലിക് അണ്ടർടേക്കിംഗ്, association of persons or the government and its agencies including agencies receiving aid from the government. അതായത് സർക്കാരിന്റെ കീഴിൽ വരുന്ന എല്ലാവിധ സ്ഥാപനങ്ങളെയും, സർക്കാരിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ അല്ലെങ്കിൽ സർക്കാർ ഫിനാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ എയ്ഡ് കിട്ടുന്ന എല്ലാ സ്ഥാപനങ്ങളെയും എന്തായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം? പേഴ്സൺ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാം. ഈ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പബ്ലിക് സർവന്റ്, പൊതുസേവകൻ. അപ്പൊ പൊതുസേവകൻ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനത്തിലും വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമുക്കൊരു പൊതുസേവകൻ എന്ന് വിളിക്കാം. സർക്കാർ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിനാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡോടെ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനെയും നമുക്ക് എന്തെന്ന് പറയാം? പബ്ലിക് സർവന്റ് അഥവാ പൊതുസേവകൻ എന്ന് പറയാം. Means any employee of the government or a local body or any corporation. Corporation means ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ KSEB, വാട്ടർ അതോറിറ്റി, ഇങ്ങനെയുള്ള കമ്പനീസ് ഉണ്ടല്ലോ സർക്കാരിന്റെ, അങ്ങനെയുള്ള കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് കോർപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സർക്കാരിന്റെ കീഴിൽ വരുന്ന കോർപ്പറേഷനുകൾ, ബോർഡ്, കോർപ്പറേഷൻ, അത് owned or controlled by the government or of any government agency or any public undertaking. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും പൊതുസേവകൻ അഥവാ പബ്ലിക് സർവന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒന്ന് നോക്കിയേ, DEF H കണ്ടോ, ഇതിന്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങളുടെ ഡെഫിനേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതില് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ആക്ട് മൊത്തം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മാറ്റി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളയും എക്സാമിന് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളയും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ കണക്കിലെടുത്താണ് വേണ്ടാത്ത കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഷോർട്ട് ടേൺ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. എന്നാൽ വേണ്ട ഒരു കാര്യം പോലും, നമുക്ക് ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് വിടുന്നുമില്ല. രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്ന നിയമങ്ങളെയാണ്, ഈ ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്ന റൂൾസിനെയാണ് പറയുന്നത്. മീൻസ് രജിസ്റ്റേർഡ് വിത്ത് എ കമ്മീഷൻ അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 3, ആക്ട് നോട്ട് ടു അപ്ലൈ ഇൻ സർട്ടൻ കേസസ്. അപ്പൊ എവിടെയായിരിക്കും ഈ ആക്ട് പ്രാബല്യത്തിൽ വരാത്തത്? അല്ലെങ്കിൽ ഈ ആക്ടിന്റെ എക്സ്റ്റെന്റ് എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, സെക്ഷൻ 1 നമ്മൾ പറഞ്ഞു ഇതിന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അകത്താണ് അല്ലെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 3 പറയുന്നതില കേന്ദ്ര സർക്കാരുമായി ബന്ധം വരുന്ന കാര്യങ്ങളിലൊന്നും ഇത് ബാധകമല്ല. ഏത് ബാധകമല്ല? നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം ബാധകമല്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രീസിലൊന്നും എന്ത് ബാധകമല്ല? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം ബാധകമല്ല. The act shall not apply to the central government or any public sector. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത് ബാധകമല്ല, ഈ ഒരു നിയമം ബാധകമല്ല. Or any other institution owned or controlled of finance. കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഓൺ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കൺട്രോളിലുള്ളതോ അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്തോ ഉള്ള ഒരു സ്ഥാപനങ്ങളിലും ഈ ഒരു ആക്ട് ബാധകമാകുന്നില്ല. അതിപ്പോ നമ്മുടെ സ്റ്റേറ്റിന്റെ കീഴിൽ വരുവാണെങ്കിലും, നമ്മുടെ സ്റ്റേറ്റിന്റെ അകത്ത് വരുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ പോലും അതിൽ ബാധകമല്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനി സെക്ഷൻ 4, ആപ്ലിക്കേഷൻ ഓഫ് അതർ ലോസ് ആർ നോട്ട് ബോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നിയമത്തിന്റെ അകത്തുള്ള പല പ്രൊവിഷൻസും മറ്റ് പല നിയമങ്ങളിലും ഉണ്ടാവാം. നമ്മുടെ ഈ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അകത്ത് നമ്മൾ പറയുന്ന പല പ്രൊവിഷൻസും മറ്റ് നിയമങ്ങളിലും നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും കോൺട്രഡിക്ടറി അല്ല. ഇവിടെ എങ്ങനെയാണോ ആപ്ലിക്കബിൾ അതേപോലെ തന്നെ
ആ നിയമത്തിൽ അവിടെയും അതേപോലെ ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരെണ്ണം കാരണം ഒരെണ്ണം ക്യാൻസൽ ആവത്തില്ല, രണ്ടിനും അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് അതർ ലോസ് നോട്ട് ബോട്ട്. ഇനി സെക്ഷൻ 5 വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ല വരാനുണ്ടായിരുന്നത്, കോമ്പോസിഷൻ എന്നാണ് വരാനുണ്ടായിരുന്നത്. പക്ഷെ പല ആക്ടുകളിലും ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് രൂപീകരണം, അതായത് ചെയർപേഴ്സൺ എത്ര പേര്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഒരാളെ കാണുള്ളൂ, ചെയർപേഴ്സൺ, പിന്നെ ആ ഒരു ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ, മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, അതാണ് ആ ഒരു രൂപീകരണമാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കോമ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് പല ആക്ടിലും. പക്ഷേ പേര് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മീഷൻ എന്നാണ്. ചില ആക്ടിൽ പക്ഷെ അങ്ങനെയല്ല, കോമ്പോസിഷൻ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ അങ്ങനെ കാണും. ഇപ്പൊ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഗസറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മീഷൻ നോൺ ആസ് കേരള സ്റ്റേറ്റ് വുമൻസ് കമ്മീഷൻ കൺസിസ്റ്റിംഗ് ഓഫ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, a chairperson who is committed, സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, സ്ത്രീകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, വിത്ത് സഫീഷ്യന്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് വിത്ത് വുമൻസ് പ്രോബ്ലം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അറിവുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി പരിചയമുള്ള, ആവശ്യത്തിനോ അറിവും പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ചെയർപേഴ്സൺ. ഇനി അതേപോലെ തന്നെ നോട്ട് മോർ ദാൻ 4 members. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 പേരിൽ കൂടുതലാകാൻ പാടില്ല. മെമ്പേഴ്സിന്റെ എണ്ണം 4 പേരിൽ കൂടുതൽ, 4 പേരെന്നല്ല 4 പേരിൽ കൂടുതലാകാൻ പാടില്ല. അപ്പം ഇതില് ഒരാള് SCO STO കാറ്റഗറിയിൽ നിന്നുള്ള ആളായിരിക്കണം, ഒരാള് SC അല്ലെങ്കിൽ ST കാറ്റഗറിയിൽ നിന്നുള്ള ആളായിരിക്കണം. ഈ 4 പേരിലാണേ. അപ്പം വൺ ഷാൽ ബി എ പേഴ്സൺ ബിലോങ്ങിങ് ടു എൻ SC ഓർ എ SC. ഓരോ ഈ പറയുന്ന കാറ്റഗറിയിൽ നിന്ന്, SC ST കാറ്റഗറിയിൽ നിന്ന് റെസ്പെക്റ്റീവ് ആയിട്ട് ഓരോ ആൾക്കാർ വേണമെന്നല്ല, ഇതിൽ ഈ പറയുന്ന 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആൾ ഉണ്ടായിരിക്കണം. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കണം. സെക്രട്ടറി ഇപ്പൊ നിലവിലുള്ള മെമ്പർ സെക്രട്ടറിയുടെ പേരെന്താണ്? ഹരികുമാർ. അപ്പൊ അദ്ദേഹമാണ് നിലവിലുള്ള മെമ്പർ സെക്രട്ടറി. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ഇതില് ഈ ഒരു കാര്യം ഇപ്പൊ ക്ലോസ് എയിലും ക്ലോസ് ബിയിലും പറയുന്ന കാര്യം വുമൺ ആയിരിക്കണം എന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്ലോസ് എ ക്ലോസ് ബി അങ്ങനെ ഇട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഒറിജിനൽ ആക്ട് ആണ്. 2007 ഭേദഗതിക്ക് ശേഷമാണ് ഈ 4 ഭേദകാര്യം പറയുന്നത്. അപ്പൊ 2007 ഭേദഗതിയില് ഈ ഒരു കാര്യത്തിനെ ക്ലോസ് ബി ആയിട്ടും, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ ഒരു കാര്യത്തെ ക്ലോസ് എ ആയിട്ടുമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഒറിജിനൽ ആക്ടിലല്ല, 2007 ഭേദഗതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ, അതായത് ക്ലോസ് എ, അതായത് ചെയർപേഴ്സണെ പറ്റിയും അതേപോലെ തന്നെ മെമ്പേഴ്സിനെ പറ്റിയും പറയുന്ന കാര്യം അവര് സ്ത്രീകളായിരിക്കണം എന്ന 2007 ഭേദഗതിയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇത് 2007 അമെന്റ്മെന്റിലാണ് ഈ ഒരു പോയിന്റ് ഒക്കെ വരുന്നത് കേട്ടോ. Thus members appointed by the government under clause A and clause B shall be women. അപ്പൊ ഇത് മേജർ ആയിട്ടുള്ള ഒരു മാറ്റമാണ്. 2007 ഈ ഭേദഗതികളിൽ കൊണ്ടുവന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാറ്റങ്ങളിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. 2007 ഭേദഗതിയിലാണ് ചെയർപേഴ്സണും അതേപോലെ തന്നെ മെമ്പേഴ്സും സ്ത്രീകളായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത്. ഒറിജിനൽ ആക്ടിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സെക്ഷൻ 6 വരുന്ന സമയത്ത് ഇവരുടെ ടേം ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ്. ഇപ്പൊ ടേം ഓഫ് ഓഫീസ് എത്ര വർഷമാണ് ഇവരുടെ കാലാവധി? 5 വർഷമാണ് ഒരു കമ്മീഷന്റെ കാലാവധി. ഒരു കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു കമ്മീഷന്റെ കാലാവധി. അപ്പൊ അതെന്തുകൊണ്ടാണ് വ്യക്തി എന്ന് പറയാൻ പറ്റാത്തത് എന്നുള്ള കാര്യം നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എവരി മെമ്പർ ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷമാണ്, 3 വർഷമല്ല 5 വർഷമാണ്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ മൈനോറിറ്റി റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള പല കമ്മീഷൻസിലെയും മെമ്പേഴ്സിന്റെ ടെനർ എന്ന് പറയുന്നത് 3 വർഷമാണ്. പക്ഷേ കേരള വനിതാ കമ്മീഷനിലാണ് എങ്കിൽ 5 വർഷമാണ്. 3 അല്ല 5 വർഷമാണ്. മാറിപ്പോരുതേ, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷൻസിൽ 3 ആണ് വരുന്നത് ടെനർ. പക്ഷേ വനിതാ കമ്മീഷനിൽ 5 വർഷമാണ്, സംസ്ഥാന വനിതാ കമ്മീഷനിൽ. ഇനി ഇവർക്ക് റിസൈൻ ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റാത്തെന്താ? തീർച്ചയായും ഇവർക്ക് റിസൈൻ ചെയ്യാൻ പറ്റും. ഇവർക്ക് സംസ്ഥാന സർക്കാരല്ലേ അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇൻ റൈറ്റിംഗ് അഡ്രസ് ചെയ്തുകൊണ്ട് റെസിഗ്നേഷൻ സമർപ്പിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ ബി റിമൂവ് ഫ്രം ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ. സെക്ഷൻ 11. സെക്ഷൻ 11ലേക്കൊക്കെ നമുക്ക് വരാം. സെക്ഷൻ 10 വേക്കൻസി പറയുന്നുണ്ട്. സെക്ഷൻ 11 ആ വേക്കൻസിന്റെ ബാക്കി പറയുന്ന റിമൂവൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്ഷൻ 11ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി a vacancy arising by reason of resignation or removal or any member of the commission or otherwise shall be filled in accordance with provisions contained in section 5. നമ്മുടെ ഈ സെക്ഷൻ 5 നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ സെക്ഷൻ 5 ഈ ഇവരുടെ കോമ്പോസിഷൻ, ചെയർമാൻ, മെമ്പേഴ്സ്, അത് എത്ര പേരാവണം, അതേപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ബേസിസിലായിരിക്കണം എന്തെങ്കിലും ഒരു വേക്കൻസി വരുവാണെങ്കിൽ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനുള്ളത്. ഇനി provided that a person so appointed shall hold office for the remaining period of the term of the person, ഇവിടെ ആരും ബുള്ളറ്റ് പോയിന്റ് ഇല്ല കേട്ടോ, person in whose place such person is appointed. അതായത് ഇപ്പോൾ ഒരു മെമ്പറിന് 5 വർഷം കാലാവധിയുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ 5 വർഷം കാലാവധിയുണ്ട്. 2 വർഷം കഴിയുന്ന സമയത്ത് ആ മെമ്പർ റിസൈൻ ചെയ്യുന്നു, ഒരു മെമ്പർ റിസൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വേക്കൻസി വരുന്ന സമയത്ത് ആ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പറിന് പിന്നീട് 5 വർഷം കാലാവധിയില്ല, റിമൈനിങ് ആയിട്ടുള്ള 3 വർഷം. 2 വർഷം കഴിഞ്ഞ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മെമ്പർ റിസൈൻ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇനി 3 വർഷമാണ് ആ ഒരു കമ്മീഷന്റെ കാലാവധി വരുന്നത്. ആ ഒരു കമ്മീഷന്റെ കാലാവധി ആ ഒരു പീരീഡിലേക്ക് മാത്രമായിരിക്കും ആ ഒരു വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത വ്യക്തിയുടെ കാലാവധി. വീണ്ടും 5 വർഷത്തേക്ക് വരത്തില്ല, ആ ഒരു കമ്മീഷന്റെ കാലാവധി മാത്രമേ വരത്തുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പ്രൊവൈഡഡ് ദാറ്റ് എ പേഴ്സൺ സോ അപ്പോയിന്റഡ് ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ ദ റിമൈനിങ് പീരീഡ്. ആ നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ റിമൈനിങ് പീരീഡിൽ മാത്രമാണ്. ഇനി അടുത്ത സെക്ഷൻ 7 കോറം. ഇപ്പൊ കോറം ഇമ്പോർട്ടൻ്റ് ആണ്. കോറത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 2002 ഭേദഗതിയിലും 2007 ഭേദഗതിയിലും മാറ്റം വരുത്തിയ ഒരു കാര്യമാണ് കോറം. ആദ്യത്തെ ആക്ടിൽ നിന്ന് 2 പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുണ്ട്. കോറം എന്ന് പറയുന്നത് 4 നിലവില് 4. കോറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഒരു സെഷൻ നടത്തണമെങ്കിൽ ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മീറ്റിംഗ് നടത്താവുള്ളൂ. ഇപ്പൊ നമ്മുടെ പാർലമെന്റിലേക്ക് കോറം ആണെങ്കിൽ 1/10 ആണ്. അപ്പൊ ടോട്ടൽ മെമ്പർഷിപ്പിന്റെ 1/10 ഉണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിൽ ഒരു സെഷൻ നടത്താൻ പാടുള്ളൂ. അപ്പൊ അതേപോലെയാണ് കോറം. ഈ പറയുന്ന ഒരു കമ്മീഷന്റെ സിറ്റിംഗ് നടത്തുവാണ് അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുവാണെങ്കിൽ ഇത്ര പേര് 4 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതിൽ കുറവ് ആൾക്കാരേ ഉള്ളൂ എങ്കിൽ എന്ത് നടത്താൻ പാടില്ല, ആ ഒരു സിറ്റിംഗ് നടത്താൻ പാടില്ല. പക്ഷഭേദം വരത്തില്ലേ, അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒറിജിനൽ ആക്ടിൽ 4 കോറം. അതിനുശേഷം 2002 ഭേദഗതി ചെയ്ത സമയത്ത് അത് കുറച്ച് 2 ആക്കി. വീണ്ടും 2007 ഭേദഗതി വന്ന സമയത്ത് വീണ്ടും പുനഃസ്ഥാപിച്ചു കോറം. ഒറിജിനൽ ആക്ടിൽ 4 2002 ഭേദഗതിയിൽ അത് 2 ആക്കി കുറച്ചു. വീണ്ടും 2007 ഭേദഗതിയോടെ അത് വീണ്ടും പഴയതുപോലെ അല്ലെങ്കിൽ ഒറിജിനൽ ആക്ടിൽ ഉള്ളതുപോലെ തന്നെ കോറം 4 ആക്കി. കോറം QUORUM. അപ്പൊ കോറം എന്താന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോറം 4 ആണ് നിലവിലുള്ള. എക്സാമിന് ചോദിച്ചാലും 4 എന്ന് തന്നെ എഴുതാവുള്ളത്. സെക്ഷൻ 8 ഡിസ്പോസൽ ഓഫ് ബിസിനസ്. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയൊക്കെയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ വനിതാ കമ്മീഷന്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ചെയർപേഴ്സൺ ഉണ്ട് എങ്കിൽ ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് അധ്യക്ഷൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അധ്യക്ഷന്റെ അഭാവത്തിൽ ഒരു മെമ്പർ ആയിരിക്കും പ്രിസൈഡ് ചെയ്യുന്നത്. എന്തായാലും പ്രിസൈഡ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ, എന്നാലേ ഒരു സിറ്റിംഗ് ആവത്തുള്ളൂ. The meeting of the commission shall be presided over by the chairperson or in her absence a member chosen for the purpose by the members present. അപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സ് ചൂസ് ചെയ്ത ഒരാളായിരിക്കും പകരം. അധ്യക്ഷനില്ല മീൻസ് ചെയർപേഴ്സൺ ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു കാരണത്താൽ ആ ഒരു സിറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ മെമ്പേഴ്സിലുള്ള ഒരാളെ ടെമ്പററി ആയിട്ട് പ്രിസൈഡ് ചെയ്യിപ്പിക്കും. ഇനി ഇപ്പോൾ ഏതൊരു കാര്യം നമ്മുടെ ഈ ഒരു സിറ്റിംഗ് ഏത് കമ്മീഷൻ ആണെങ്കിലും ഉള്ള കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിറ്റിംഗ് നടക്കുന്ന സമയത്ത് മെജോറിറ്റിയുടെ അഭിപ്രായമായിരിക്കും തീരുമാനമായി വരുന്നത്. ഇനി എങ്ങാനും വോട്ടിംഗ് നടന്നു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നടന്നതിന് ശേഷം അല്ലെങ്കിൽ വോട്ടിംഗ് നടന്ന സമയത്ത് ഈക്വൽ ആയിട്ടുള്ള വോട്ട്സ് അല്ലെങ്കിൽ ഏത് പക്ഷത്തിനും
മെജോറിറ്റി ഇല്ല എങ്കിൽ നമ്മുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പറിന് ഒരു സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് വോട്ട് നൽകും. കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ആ ഒരു ഓൾറെഡി ആദ്യത്തെ സമയത്ത് ആദ്യം വോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് വോട്ട് കാണത്തില്ല. പക്ഷെ ഇങ്ങനെ ടൈ വന്നത് കാരണം, ഒരു തീരുമാനത്തിന്റെ മുകളിൽ ടൈ വന്നത് കാരണം ആ ഒരു വ്യക്തിക്ക്, ആർക്കാണോ വോട്ട് ഇല്ലാതിരുന്ന വ്യക്തിക്ക്, ആ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ടൈ ബ്രേക്ക് ആവുമല്ലോ, അതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. All questions at a meeting of the commission shall be decided by the majority of votes. ഈ പറയുന്ന കമ്മീഷൻ അംഗങ്ങൾക്ക് മാത്രമേ വോട്ടിംഗ് അവകാശമുള്ളൂ. ഈ കമ്മീഷന്റെ മീറ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ സിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ കമ്മീഷന് എക്സ്പേർട്ടുകളെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉള്ള എക്സ്പേർട്ടുകളെ, മെയിനായിട്ട് സ്ത്രീകളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള റിസർച്ച് ഒക്കെ നടത്തുന്ന ആൾക്കാരുടെ എക്സ്പേർട്സിൻ്റെയൊക്കെ സഹായം സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ ഈ എക്സ്പേർട്സ് ഒക്കെ ഈ സിറ്റിംഗ് സമയത്ത് അവരുടെ അഭിപ്രായം പറയാമെങ്കിലും എക്സ്പേർട്ടുകൾക്ക് ഒരിക്കലും വോട്ടിംഗ് അവകാശം വരുന്നില്ല. മെമ്പേഴ്സിന് മാത്രമേ വോട്ട് അവകാശം വരുന്നുള്ളൂ സിറ്റിംഗിൽ. ഒട്ടുമിക്ക കമ്മീഷൻസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. The majority of votes of the members present and voting, and in case of equality of votes. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈക്വൽ വോട്ട്സ് രണ്ട് ഭാഗത്തും വരുവാണെങ്കിൽ ചെയർപേഴ്സൺ ഓർ ദ മെമ്പേഴ്സ് പ്രിസൈഡിങ്, ചെയർപേഴ്സൺ ഓർ ദ മെമ്പർ പ്രിസൈഡിങ്, ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുന്ന മെമ്പറിന് ഒരു സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പം ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു, ഇപ്പം ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള കണക്കുകളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ അവരുടെ നിലവിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഫൻസ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് അതിൻ്റെ കണക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാൻ പലപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സേവനം നമ്മുടെ കമ്മീഷൻ വിനിയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്താണ്, വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല, പക്ഷേ സിറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. The commission may invite, if it is considered necessary, for such purpose and on such conditions as may be prescribed, any person with expert knowledge in a particular subject to present at the meeting to assist the commission. കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്ട് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെയും അപ്പോയിന്റ് ചെയ്യാനുള്ള, അതായത് ഈ സിറ്റിംഗിൽ അറ്റൻഡ് ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി അപ്പോയിന്റ് ചെയ്യാം. അറൈവിംഗ് അറ്റ് എ ഡിസിഷൻ ബട്ട് സച്ച് പേഴ്സൺ ഷാൽ നോട്ട് ബി, പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും എന്ത് കാണത്തില്ല, ഇസ് നോട്ട് എൻടൈറ്റിൽഡ് ടു വോട്ട്, വോട്ടിംഗ് അവകാശം വരുന്നില്ല. ഓർത്തു വെച്ചോളുക, എക്സ്പേർട്ടിന് ഒരിക്കലും വോട്ടിംഗ് അവകാശം വരുന്നില്ല. വോട്ടിംഗ് അവകാശം മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടൈ പോലെയുള്ള കാര്യങ്ങൾ വന്നാലും ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പർ പ്രിസൈഡിങ്ങിന് കാസ്റ്റിംഗ് വോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് ആ ഒരു ഓപ്ഷനെ നൽകാറുള്ളൂ. ഇനി അഡ്ഹോക് കമ്മിറ്റി. അഡ്ഹോക് എന്ന് പറയുന്ന നമുക്കറിയാം, ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പേർപ്പസിന് വേണ്ടി സ്ഥാപിക്കുന്ന കമ്മിറ്റീനെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എക്സ്പേർട്ടുകളെ വേണമെങ്കിൽ സമീപിക്കാം, അല്ലെങ്കിൽ സിറ്റിംഗ്സിൽ എക്സ്പേർട്ടിനെയും കൂടെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ തന്നെ പല കമ്മിറ്റികളും രൂപീകരിക്കാം. ഈ കമ്മിറ്റികൾ എന്ന് പറയുന്നത് കൂടുതലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ പറ്റി പഠിച്ച് അല്ലെങ്കിൽ അന്വേഷണം നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അഡ്ഹോക് കമ്മിറ്റികളെ, ടെമ്പററി ആയിട്ടുള്ള ഇങ്ങനെയുള്ള അഡ്ഹോക് കമ്മിറ്റികളെ കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്യാറ്. അപ്പം നമ്മുടെ കേരള വനിതാ കമ്മീഷനും ഇതേപോലെ അഡ്ഹോക് കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. The commission may, for the purpose of transacting any business before it or for any special issue, constitute an ad hoc committee consisting of. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെയുണ്ട്, അഡ്ഹോക് കമ്മിറ്റിയുടെ കോമ്പോസിഷനിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആക്ടിൽ എത്ര പേര് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കമ്മീഷനിൽ നിന്ന് 2 പേര്, മാക്സിമം 2 പേര്, 2 കൂടുതലാകാൻ പാടില്ല. അതേപോലെ തന്നെ കമ്മീഷന്റെ പുറത്ത് നിന്നുള്ള ആൾക്കാരാണെങ്കിലും 2 പേരിൽ കൂടുതലാകാൻ പാടില്ല. നോട്ട് മോർ ദാൻ 2 മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. അതേപോലെ തന്നെ നോട്ട് മോർ ദാൻ 2 എക്സ്പേർട്സ് ഓൺ ദ പെർട്ടിക്കുലർ സബ്ജക്ട് ബിഫോർ ദ കമ്മീഷൻ. അതായത് കമ്മീഷനിലുള്ള 2 പേരിൽ കൂടുതലാകാനും പാടില്ല. അതേപോലെ തന്നെ പുറത്തുനിന്ന് അപ്പോയിന്റ് ചെയ്യുന്ന എക്സ്പേർട്ടുകൾ 2 പേരിൽ കൂടുതലാകാനും പാടില്ല. ഇനി ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ചെയർപേഴ്സൺ, നമ്മുടെ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെ മെമ്പർ ആണ് എങ്കിൽ, നമ്മുടെ കമ്മീഷൻ, അതായത് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ
ഈ അഡ്ഹോക് കമ്മിറ്റികളിൽ ഏതെങ്കിലും കമ്മിറ്റിയിൽ മെമ്പറാണ് എങ്കിൽ ആ ഒരു കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ആരായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കും. ഇതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടുമിക്ക നിയമങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്മീഷന്റെ നിയമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിക്കകത്ത് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇഫ് ദ ചെയർപേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, ഏതെങ്കിലും ഒരു അഡ്ഹോക് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ മെമ്പർ ആണ് എങ്കിൽ the chairperson or any other member shall preside over the meeting. അപ്പോൾ അതിൽ preside over the meeting of the committee. അപ്പോൾ പ്രിസൈഡ് ചെയ്യുന്നതും ഇതേ ആൾ തന്നെയാണ്. ആ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമാവും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമാവും അതേപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിയുടെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നതും ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഫൈനൽ റിപ്പോർട്ട്. നമ്മുടെ ഈ അഡ്ഹോക് കമ്മിറ്റികൾ റിപ്പോർട്ട് സമർപ്പിക്കും, കമ്മീഷന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് കമ്മീഷന് മുൻപാകെ സമർപ്പിക്കും. അങ്ങനെ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കമ്മീഷൻ അംഗീകരിക്കണം. അതിനുശേഷം മാത്രമേ അത് കമ്മീഷന്റെ റിപ്പോർട്ട് ആകത്തുള്ളൂ. ഒന്നുകൂടെ പറയാം, അഡ്ഹോക് കമ്മിറ്റികൾ പല കാര്യങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിച്ച് കമ്മീഷന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഈ അഡ്ഹോക് കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ അഡ്ഹോക് കമ്മിറ്റികൾ പഠിച്ച് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് കമ്മീഷൻ അംഗീകരിക്കണം. അതിനുശേഷം മാത്രമേ അത് കമ്മീഷന്റെ റിപ്പോർട്ട് ആകത്തുള്ളൂ. The final report of the ad hoc committee shall be placed before the commission for its approval, and on the approval thereof by the commission it shall be deemed to be the report of the commission. അതിനുശേഷം കമ്മീഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്താ? കമ്മീഷന്റെ റിപ്പോർട്ടാണത്, അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി പഠിച്ചത് കമ്മീഷനാണ്. കമ്മീഷന്റെ ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കണ്ടെത്തലിന്റെ റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട്. ഇനി പേഴ്സൺ ഇൻ ദ അഡ്ഹോക് കമ്മിറ്റി ഷാൽ ബി പെയ്ഡ്. പിന്നെ ചുമ്മാ വന്ന് ഈ പറയുന്ന പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അവരുടെ ഓരോ സിറ്റിംഗ്സിനുൾപ്പെടെ അവർക്ക് പൈസ നൽകണം. ഈ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള ആൾക്കാർ അവർ ഓരോ സിറ്റിംഗ്സിനുൾപ്പെടെ അവർക്ക് ഇന്ന എമൗണ്ട് നൽകണം. A person in the ad hoc committee shall be paid such remuneration as may be prescribed. ഇനി സെക്ഷൻ 10 വരുന്ന സമയത്ത് വേക്കൻസിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. സെക്ഷൻ 10 വേക്കൻസി. എന്തിലെ വേക്കൻസി? കമ്മീഷനിലെ വേക്കൻസി. ചെയർപേഴ്സണോ അല്ലെങ്കിൽ മറ്റംഗങ്ങളോ എന്തെങ്കിലും ഒരു കാരണവശാൽ വേക്കന്റ് ആവുന്ന സാഹചര്യം, ആ ഒരു സാഹചര്യത്തെ പറ്റി പറയുവാണ്. Acts of the commission not to be invalidated by infirmity of any vacancy etc. അപ്പൊ നമ്മുടെ കമ്മീഷനിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഈ പറയുന്ന വേക്കൻസി എന്തെങ്കിലുമൊക്കെ കാരണത്താൽ വേക്കൻസി ഒക്കെ ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പൊ ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള ഒരു കാരണത്താൽ കമ്മീഷന്റെ ഒരു നടപടികളിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ കമ്മീഷന്റെ ഒരു തീരുമാനങ്ങളോ റദ്ദാക്കാൻ കഴിയത്തില്ല. No act or proceeding of the commission shall be invalidated. കമ്മീഷന്റെ ഒരു തീരുമാനങ്ങളും ഒരു ഡിസിഷൻസും വേക്കൻസി ഉണ്ട്, കമ്മീഷനിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള കാരണത്താൽ ഇൻവാലിഡ് ആകത്തില്ല. No act or proceeding of the commission shall be invalidated by reason only of any defect or irregularity in its constitution or on the ground of existence of any vacancy in the office of any member. ഇനി സെക്ഷൻ 11 റിമൂവൽ ഓഫ് മെമ്പേഴ്സ് ഫ്രം ഓഫീസ്. നമ്മുടെ ഈ 10 കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. 10 ഇനി അടുത്ത പറയാൻ പോകുന്നത് 11. ഇതെല്ലാം ഒട്ടുമിക്ക ആക്ടിലും കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ആക്ടുകളിലും സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ, പക്ഷേ കാര്യം സെയിം തന്നെ. ഇപ്പൊ വേക്കൻസിയുടെ ഈ കാര്യം ഇത് ഒട്ടുമിക്ക ആക്ടിലും ഇതേ കാര്യം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി റിമൂവൽ ഓഫ് മെമ്പേഴ്സ് ഫ്രം ഓഫീസ്. അപ്പോൾ നമ്മുടെ കമ്മീഷനിലുള്ള മെമ്പേഴ്സിനെ പുറത്താക്കാനും പറ്റത്തില്ലേ? പറ്റും, തീർച്ചയായും അവരെയും പുറത്താക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള കമ്മീഷനിലുള്ള ആൾക്കാരെ ഏതൊക്കെ സാഹചര്യത്തിലാണ് പുറത്താക്കുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാ? പാപ്പരാവുന്ന സാഹചര്യത്തിൽ, സദാചാര കുറ്റം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് കോടതി ശിക്ഷ വിധിക്കുകയോ അല്ലെങ്കിൽ തടവ് ശിക്ഷ വിധിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ.
ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 കണ്ടീഷൻസ്. നമുക്ക് നോക്കാം. റിമൂവൽ ഓഫ് മെമ്പേഴ്സ് ഫ്രം ഓഫീസ്. ഇപ്പൊ ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ കമ്മീഷനിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നത്, റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പൊ ഈ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആര് വരുന്നില്ല? മെമ്പർ സെക്രട്ടറി വരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിനെ മാറ്റുന്നത് അതേപോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നാളെ സർക്കാർ സർവീസിലൊക്കെ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ഇത്രയും എക്സാം വർഷങ്ങളോളം ഇരുന്ന് പഠിച്ച എക്സാമിന് ഇരുന്നത്. ഒരു തൊട്ട് മുകളിലുള്ളൊരു സീനിയർ മാനേജർ അല്ലെങ്കിൽ ഒരു ടീം ലീഡ് വിചാരിച്ചാൽ ഒരുപക്ഷെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി നഷ്ടപ്പെടാം. പക്ഷേ വലിയ തെറ്റ് ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരന് പോലും പലപ്പോഴും സസ്പെൻഷൻ ആണ് വരുന്നത്, അല്ലേ? വാർത്തകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത് തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതാണ് ആ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്ത് എത്രത്തോളം നിങ്ങളുടെ ചിലപ്പം സമയവും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും ഒക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ചാലും അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു സാധനമാണ് വരുന്നത്. നിങ്ങൾക്ക് പേടിക്കണ്ട. റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ആൻ ഓർഡർ ഓഫ് ദ ഗവൺമെന്റ്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണെന്നാണ് ഇനി അടുത്ത് പറയുന്നത്. അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, ദാറ്റ് മീൻസ് പാപ്പരാവുന്ന സാഹചര്യത്തിൽ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ്. ഇനി അടുത്ത is convicted and sentenced to imprisonment for offense which involves moral turpitude. Moral turpitude എന്ന് പറഞ്ഞാൽ സദാചാര കുറ്റം അല്ലെങ്കിൽ സദാചാര ലംഘനം കുറ്റം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കുകയോ അല്ലെങ്കിൽ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ അൺസൗണ്ട് മൈൻഡ്, മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ നമുക്ക് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ മെമ്പർ ആക്കാൻ പറ്റുമോ, ശരിയാവോ? പിന്നെ ആ ഒരു വ്യക്തി എന്തൊക്കെ കാണിച്ചു കൂട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു വ്യക്തി അൺസൗണ്ട് മൈൻഡ് ആണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുവാണ് എങ്കിൽ. ഇപ്പൊ ചില ആക്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അൺസൗണ്ട് മൈൻഡ് ആണ് എന്ന് കോടതിക്ക് തോന്നുവാണെങ്കിൽ എന്ന് ചില ആക്ടുകളിലൊക്കെ വരാറുണ്ട്. ഇതിൽ അങ്ങനെ വരുന്നില്ല. റിഫ്യൂസസ് ടു ആക്ട് ഓർ ബിക്കംസ് ഇൻകേപ്പബിൾ ഓഫ് ആക്ടിങ്, ഇതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന 4 കാര്യങ്ങളും എല്ലാം കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി തൻ്റെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിർവഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന മെമ്പേഴ്സിനും ചെയർപേഴ്സൺസിനും ഒക്കെ കുറേ ഫങ്ഷൻസ് ഇല്ലേ, അവർക്ക് കുറേ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ ആ കാര്യം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പ്രാപ്തി ഇല്ലാണ്ടാവുകയോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കും. ഇനി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 മീറ്റിംഗ്സിൽ അവധിക്ക് പ്രോപ്പറായിട്ട് അവധി എടുക്കാതെ സിറ്റിങ്ങിൽ വരാതിരുന്നാൽ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 മീറ്റിംഗ്സിൽ പ്രോപ്പറായിട്ട് ലീവ് ഒബ്റ്റെയിൻ ചെയ്യാണ്ട് അല്ലെങ്കിൽ റീസൺസ് കാണിച്ചുകൊണ്ടുള്ള ലീവ് ഒബ്റ്റെയിൻ ചെയ്യാണ്ട് അനധികൃതമായി പങ്കെടുക്കാതിരുന്നാലും ഈ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്ന, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടുമിക്ക ആക്ടിലും കമ്മീഷൻസിന്റെ ആക്ടിലൊക്കെ വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ റിഫ്യൂസസ് ടു ആക്ട് ഓർ ബിക്കംസ് ഇൻകേപ്പബിൾ ഓഫ് ആക്ടിങ് ഈസ് വിതൗട്ട് ഒബ്റ്റെയിനിങ് ലീവ് ഓഫ് ആബ്സെൻസ് ഫ്രം കമ്മീഷൻ ഫ്രം 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ്. ഇത് കോമൺ ആണ്. 3 മീറ്റിംഗ്സ് അല്ല, 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ്. ഓർ പൊതു താല്പര്യത്തിന് എതിരാണ് ഈ ഒരു വ്യക്തി കമ്മീഷനിൽ തുടരുന്നത്, മെമ്പർ ആയിക്കോട്ടെ ചെയർപേഴ്സൺ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി കമ്മീഷനിൽ തുടരുന്നത് പൊതു താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. In the opinion of the government has so abused the position of the chairperson or member as to render that person's continuance in the office detrimental to the public interest. വേർഡൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കും, പക്ഷെ അത്രയൊന്നുമില്ല. പൊതു താല്പര്യത്തിന് ഈ ഒരു വ്യക്തി തൽസ്ഥാനത്ത് തുടരുന്നത് പൊതു താല്പര്യത്തിന്, ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുൻപാകെ ആ ഒരു വ്യക്തിയുടെ ഭാഗവും കൂടെ കേൾക്കണ്ടേ? അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഭാഗവും കൂടെ കേൾക്കണം. ആ ഒരു കാര്യമാണ്. പ്രൊവൈഡഡ് ദാറ്റ് എ മെമ്പർ ഷാൽ നോട്ട് ബി റിമൂവ്ഡ് under this section until that a person has been given a reasonable opportunity of being heard in that matter. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുൻപേ ആ ഒരു വ്യക്തിയുടെ ഭാഗം കേൾക്കണം.
ഇനി സെക്ഷൻ 12 അപ്പോയിൻമെന്റ് ഓഫ് ഡയറക്ടർ ആൻഡ് അതർ സ്റ്റാഫ് ഓഫ് ദ കമ്മീഷൻ. ഇനി അടുത്ത വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇപ്പൊ ഡയറക്ടറിന്റെ അപ്പോയിൻമെന്റ്. എന്തിനാ ഡയറക്ടർ? ഒരു വനിതാ കമ്മീഷൻ അല്ലേ, പല കേസുകളും വരത്തില്ലേ, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥനാണ് ഡയറക്ടർ. ഇപ്പൊ സംസ്ഥാന സർക്കാരാണ് ഈ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം എൻക്വയറി വിങ്ങിന്റെ ഹെഡാണ്. ഇദ്ദേഹത്തിന് വേറെയും കുറെ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന പല ഓർഗനൈസേഷൻസിനെയൊക്കെ റിക്കഗ്നൈസ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ദ ഗവൺമെന്റ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കമ്മീഷൻ. ഗവൺമെന്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ഗവൺമെന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, പക്ഷേ ഗവൺമെന്റിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല അപ്പോയിന്റ് ചെയ്യുന്നത്. കമ്മീഷനുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഡയറക്ടറിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. Appoint a director for making investigations for the purpose of this act and to carry out such directives given to him by the commission. അതേപോലെ തന്നെ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. ബിസൈഡ്സ് ദ ഫങ്ഷൻസ് കൺഫേർഡ് ഓൺ ഹിം ബൈ ദിസ് ആക്ട്. അപ്പോൾ ഗവൺമെന്റ് മേ അപ്പോയിന്റ് സച്ച് അതർ സ്റ്റാഫ് ആസ് മേ ബി നെസസറി ടു അസിസ്റ്റ് ദ ഡയറക്ടർ. കാരണം ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒരു സംസ്ഥാനത്തിൽ വനിതാ കമ്മീഷനിൽ മൊത്തം വരുന്ന കേസുകളൊക്കെ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി ഈസി ആക്കാൻ, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ട അത്രയും സ്റ്റാഫുകളെ സംസ്ഥാന സർക്കാർ അലോക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യണം. കമ്മീഷൻ ബൈ ഡെപ്യൂട്ടേഷൻ. നോർമലി ഈ പറയുന്ന കമ്മീഷൻസിലേക്കൊക്കെ ഡെപ്യൂട്ടേഷൻ, സംസ്ഥാന സർവീസിലുള്ള ആൾക്കാരെ ഡെപ്യൂട്ടേഷൻ വഴിയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന മെമ്പർ സെക്രട്ടറിയും ഈ പറയുന്ന ഡയറക്ടർ ഇവരെല്ലാം ഡെപ്യൂട്ടേഷൻ ബേസിസിൽ തന്നെയാണ് വരുന്നത്. നാളെ നിങ്ങൾ സർക്കാർ ജീവനക്കാരാവുന്ന സമയത്ത് നിങ്ങൾക്കും ഇതേപോലുള്ള പല കമ്മീഷൻസിലും ഡെപ്യൂട്ടേഷന് പോകാനൊക്കെ ഉള്ള അവസരം കിട്ടും. ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രിസ്ക്രൈബ്. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് വർഷത്തേക്കായിരിക്കും ഈ ഒരു ഡെപ്യൂട്ടേഷൻ വരുന്നത്. ഓർ ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രിസ്ക്രൈബ് ദെയർ കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഇനി ദ ക്വാളിഫിക്കേഷൻസ്, ടേം ഓഫ് ഓഫീസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ ഡയറക്ടർ ഷാൽ ബി ആസ് പ്രിസ്ക്രൈബ്ഡ്. അപ്പം അദ്ദേഹത്തിന്റെ സർവീസ് കാര്യങ്ങൾ, ടേം ഓഫ് ഓഫീസ്, അദ്ദേഹത്തിന്റെ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഒക്കെ ആക്ടിൽ പറയുന്ന പ്രകാരവും അതേപോലെ തന്നെ ആക്ടിൽ പറയുന്ന പ്രകാരം ഉണ്ടാക്കിയ നിയമങ്ങളുടെ ബേസിസിലുമായിരിക്കും. In the discharge of their functions under this act, the director and other staff referred to in subsection 1 shall be subject to the administrative control of chairperson. അപ്പോൾ ഈ ഡയറക്ടർ ചെയർപേഴ്സന്റെ മുകളിലാണോ? അല്ല. ഇപ്പൊ ഡയറക്ടറും അതേപോലെ തന്നെ ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെയും വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ ഭരണാധികാര പരിധിക്കുള്ളിൽ വരുന്ന ആൾക്കാരാണ്. നമ്മുടെ ചെയർപേഴ്സന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിന്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് ഡയറക്ടറും പിൻമാക്കി വരുന്ന സ്റ്റാഫുകളും ഒക്കെ. ഇനി സെക്ഷൻ 3 വരാം. പ്രൊവിഷൻസ് ഫോർ സാലറീസ്, അലവൻസ് ആൻഡ് എക്സെട്ര. ഇവർക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ശമ്പളം എവിടെ നിന്ന് എടുത്താ കൊടുക്കുന്നത്? ചില ആക്ടിലൊക്കെ നമ്മൾ പറയും സർക്കാരിന്റെ ഗ്രാൻഡിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറയും. പക്ഷെ ഇവിടെ സർക്കാരിന്റെ ഗ്രാൻഡിൽ നിന്നല്ല, ഓർത്തു വെച്ചോ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. നമ്മുടെ നാഷണൽ വുമൻസ് കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ കേസ് പഠിക്കുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സെൻട്രൽ അല്ല, ഗ്രാൻഡ് ആണ്. സെൻട്രൽ നൽകുന്ന ഗ്രാൻഡ് ആണ്. ആ ഗ്രാൻഡ് സംസ്ഥാന സർക്കാരിന് കൊടുക്കും. സംസ്ഥാന സർക്കാർ അത് പല ഏജൻസി മുഖാന്തരമാണ് പല പല കാര്യങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പറയുന്ന സംസ്ഥാനത്തിന്റെ ഗ്രാൻഡ് ഒന്നും അല്ല, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന സാലറീസും അലവൻസുകളും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾക്കും വേണ്ട ചെലവ് വകയിരുത്തുന്നത്. The honorarium and allowances payable to the members and the administrative expenses. അതായത് ഈ ശമ്പളങ്ങളും അതേപോലെ തന്നെ ഭരണനിർവഹണത്തിന് വേണ്ടിയുള്ള ചെലവുകളും, ഇൻക്ലൂഡിംഗ് ദ സാലറീസ്, അലവൻസ് ആൻഡ് പെൻഷൻസ് പേയബിൾ ഓർ ടു റെസ്പെക്ട് ഡയറക്ടറിനും മറ്റ് സ്റ്റാഫിനും എല്ലാവർക്കും ഉള്ളത്. ഇതെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. അതും ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചോ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഗ്രാൻഡ് അല്ല. കമ്മീഷൻ എന്ന് കേൾക്കുമ്പം ഓടിച്ചാടി ഗ്രാൻഡ് എന്ന് വിചാരിക്കും. എഴുതല്ല, തെറ്റിച്ചുത്തരം എഴുതല്ല. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഇനി അടുത്ത സെക്ഷൻ 14, രജിസ്ട്രേഷൻ ഓഫ് വുമൻസ് ഓർഗനൈസേഷൻ. ഈ സംഘടനകളിലെ സ്ത്രീകളുടെ വെൽഫെയർ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല ടൈപ്പിലുള്ള ഓർഗനൈസേഷൻസ് കാണും. അപ്പോൾ അവരുടെ ഷെൽട്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അംഗീകാരം നൽകണം അല്ലേ?
അല്ലേ? ഇതിനൊക്കെ അംഗീകാരം നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ള അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഡയറക്ടറിന് ഒരു റോളുണ്ട്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായാൽ, അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ആരെ അറിയിക്കണം? ഡയറക്ടറിനെ അറിയിക്കണം. ഡയറക്ടർ അത് പരിശോധിക്കും, ഈ ഒരു സംഘടനയെക്കുറിച്ച് പരിശോധിക്കും. അതിനുശേഷം അത് അക്സെപ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഡയറക്ടറിനാണ്. പിന്നെ അത് കമ്മീഷനിലോട്ട് വരും, സർക്കാരിനുണ്ട്. നമുക്കതൊന്ന് വായിക്കാതെ. ദ ഡയറക്ടർ ഷാൽ വെരിഫൈ ഈ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്ന കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് സ്ഥാപിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സമർപ്പിക്കണം, അപേക്ഷ ഡയറക്ടറിന് മുൻപാകെ സമർപ്പിക്കണം. ആ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടറാണ്. ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് റെക്കമെൻഡ് ടു ദ കമ്മീഷൻ the organization qualified for registration and reject other applications. അപ്പോൾ ഇതിനെ ക്വാളിഫൈ ചെയ്താൽ പറയുന്ന ഓക്കെ ആയിട്ടുള്ള സംഘടനകളെ അക്സെപ്റ്റ് ചെയ്യണം, ബാക്കിയുള്ള സംഘടനകളെ റിജക്റ്റ് ചെയ്യണം. ആരുടെ ജോലി? ഡയറക്ടറിന്റെ ജോലി. അപ്പോൾ അദ്ദേഹത്തിന് അന്വേഷിക്കുക എന്നുള്ളത് പറയുന്ന കേസുകൾ മാത്രമല്ല, ഈ കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാനുള്ള അധികാരം ഉണ്ട്. ആർക്ക്? ഡയറക്ടറിനുണ്ട്. ഓക്കെ. The commission may consider the recommendation. Commission ഈ പറയുന്ന ഈ ഡയറക്ടറിന്റെ റെക്കമെൻഡേഷൻസ് കൺസിഡർ ചെയ്യാം and direct that the name and particulars of the organization qualified be entered in the register maintained for the purpose in the manner prescribed and issue a certificate of registration. Commission registration certificate provide ചെയ്യും in the prescribed form. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന വനിതകളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഡയറക്ടർ അത് വെരിഫൈ ചെയ്യും. നല്ല സംഘടനകളാണ് എങ്കിൽ ആ പറയുന്ന ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യും. കമ്മീഷന് മുൻപാകെ ഈ ഒരു കാര്യം സമർപ്പിക്കും. കമ്മീഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് കമ്മീഷന്റെ രജിസ്റ്ററിൽ ഈ ഒരു സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളും മാർക്ക് ഡൗൺ ചെയ്ത് വെക്കും. പല സംഘടനകളുണ്ട്. സർക്കാർ ഈ പറയുന്ന പല ഷെൽട്ടർ ഹോംസ് ഒക്കെ ഉണ്ടല്ലോ സ്ത്രീകളുടെ. പല ഷെൽട്ടർ ഹോംസും ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് മാത്രമല്ല, പല സംഘടനകളുമായി ചേർന്നാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ വീട് വെക്കുന്ന നമ്മുടെ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള വീടുകൾ പലപ്പോഴും പലതും സ്പോൺസർഷിപ്പിന്റെ ബേസിസിലൊക്കെ വരുന്നുണ്ട്. സർക്കാരും പല ആൾക്കാരും കൂടെ ചേർന്നാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികളുടെ ഒരു പെർട്ടിക്കുലർ ഏജ് വരെയുള്ള 18 വയസ്സും അതിന് മുന്നേ അതുവരെയൊക്കെയുള്ള അവരുടെ ചെലവുകൾ, അവരുടെ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫണ്ടിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ള പ്രോജക്ട്സ് റീസെൻ്റ്ലി നമ്മുടെ ഒരു കുറച്ച് വർഷങ്ങളിലായിട്ടേ ഉള്ളൂ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് ആ ഒരു പ്രോജക്റ്റ് ജില്ലകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ സർക്കാർ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതും അതേപോലെ ഒരു സംഭവം. അപ്പം നമ്മുടെ ഈ പറയുന്ന സംഘടനകളെയൊക്കെ രജിസ്റ്റർ ചെയ്ത് രജിസ്റ്ററിലൊക്കെ വെക്കുന്നത് ഈ പറയുന്ന പല കാര്യങ്ങൾക്ക് അവർ സഹായിക്കുന്നുണ്ട്, സർക്കാരിന്, ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയൊക്കെയാണ്. The commission may at any time either on its motion or otherwise cancel the registration of any organization. അപ്പോൾ കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഓർഗനൈസേഷൻസിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കുന്നതാണ്. And given an opportunity to being heard and on being satisfied that it is no longer qualified to continue as a registered organization. ഏതെങ്കിലും ഒരു അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കാരണം ഈ ഒരു സ്ഥാപനം ഇനി തുടരാൻ പാടുള്ളതല്ല എന്ന് കമ്മീഷന് ബോധ്യപ്പെടുന്ന വശം ഈ ഒരു കമ്മീഷന്റെ രജിസ്ട്രേഷൻ കമ്മീഷന്റെ അല്ല, ഈ ഒരു ഓർഗനൈസേഷന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗം കേൾക്കാനുള്ള ഒരു അവസരവും നൽകണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗം കേൾക്കണം. The party aggrieved by the decision of the director may file an appeal before the commission. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില ഓർഗനൈസേഷൻസ് ഇപ്പം എന്തെങ്കിലും വെരിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്ലിക്കേഷൻസ് തള്ളാനുള്ള അധികാരം ഡയറക്ടറിനുണ്ട്. അപ്പോൾ ഡയറക്ടറിന്റെ ഏതെങ്കിലും ഒരു തീരുമാനം ആക്ഷേപമുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കമ്മീഷനിലേക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പൊ പാർട്ടി അഗ്രീവ്ഡ് ബൈ ദ ഡിസിഷൻ ഓഫ് ഡയറക്ടർ, കമ്മീഷൻ അല്ല, ഡയറക്ടറിന്റെ ഡിസിഷനിൽ അതൃപ്തിയുള്ള ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ
ആക്ഷേപമുള്ള ഏതൊരു വ്യക്തിക്കും അപ്പീല് കമ്മീഷന് മുൻപാകെ സമർപ്പിക്കാം. ആർക്ക് മുൻപാകെ? സർക്കാരിന് മുൻപാകെ അല്ല, കമ്മീഷന് മുൻപാകെ സമർപ്പിക്കാം. within such time and in such manner as may be prescribed, and thereupon the commission shall, after conducting such inquiry as it deems fit and giving the party an opportunity of being heard, pass appropriate orders thereon. അപ്പം അതനുസരിച്ച് ഈ കമ്മീഷന് അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടത്തി അതിന് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഭാഗത്തിനകത്തുള്ളത്. നന്നായി പഠിക്കുക. താങ്ക് യു.